കാര്യങ്ങൾ, അതായത് ചന്ദ്രനെ പുലർത്തി കാണിക്കൂ എന്ന് പറഞ്ഞ കാര്യം, അത് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള മക്കയിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പിളർന്നു, അത് ഒരുമിച്ച് കൂടി എന്നുള്ളത് കാണുകയും എന്നിട്ട് അവിശ്വാസികളായ ആളുകൾ അതിന് പറഞ്ഞിട്ടുള്ള ന്യായം വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും അതായത് ചന്ദ്രനെ രണ്ടായി പിളർന്നു വീണ്ടും കൂട്ടിച്ചേർത്തു. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നു? തീർച്ചയായും. വെരി ഗുഡ്. ഓക്കെ. ഭൂമിയിൽ നിന്ന് ഏകദേശം 3,84,400 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ ഇപ്പോൾ ഉള്ളത്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം. ഏകദേശം ചന്ദ്രന്റെ പ്രായം എന്ന് പറയുന്നത് 4.5 ബില്യൺ വർഷമാണ്. ഭൂമിയുടെ പ്രായം തന്നെ ഏകദേശം ചന്ദ്രനുമുണ്ട്. എങ്ങനെയാണ് ചന്ദ്രൻ ഫോം ആയത്? അതിനൊരു ഹൈപ്പോത്തസിസ് പറയുന്നുണ്ട്. കൂടുതൽ സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ്, ദ ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോത്തസിസ്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായതിനു ശേഷം ചൊവ്വയുടെ വലുപ്പമുള്ള മറ്റൊരു ഗ്രഹം, മറ്റൊരു ഒബ്ജക്റ്റ് ഭൂമിയുമായിട്ട് കൂട്ടിയിടിച്ചു. അതിന് പേരാണ് ടിയ. ആ കൂട്ടിയിടിയുടെ ഭാഗമായിട്ട് രൂപപ്പെട്ട പാറകൾ, പൊടിപടലങ്ങൾ, അവ ഭൂമിയെ ഓർബിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഭൂമിക്ക് ഒരു റിങ് ഉണ്ടായിരുന്നു ആദ്യം. ഇന്ന് നമ്മൾ ശനിഗ്രഹത്തിനൊരു റിങ് കാണുന്ന പോലെ ഭൂമിയുടെ ആദ്യകാലത്ത് അങ്ങനെ ഒരു റിങ് ഉണ്ടായിരുന്നു. ആ പൊടിപടലങ്ങൾ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം കൂടിച്ചേർന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് മൂൺ ഫോം ആവുന്നത്. ഇന്ന് കാണുന്നൊരവസ്ഥയല്ല. അതായത് ഇന്ന് നമ്മൾ കാണുന്ന മൂണിൻ്റെ ഏകദേശം 20 മടങ്ങ് വലുതായിട്ടാണ് അന്ന് മൂൺ ഭൂമിയിൽ വിസിബിൾ ആയിരുന്നത്. കാരണം അത്ര അടുത്തായിരുന്നു. ഏകദേശം പറയുകയാണെങ്കിൽ 16,000 മുതൽ 25,000 കിലോമീറ്റർ അടുത്തായിരുന്നു മൂൺ ഭൂമിയുടെ. ഇന്ന് കാണുന്ന മൂൺ ഏകദേശം 4.5 ബില്യൺ വർഷം എടുത്ത് ഒരു വർഷത്തിൽ 3.8 സെൻറ്റിമീറ്റർ അകലെ എന്ന ഡിസ്റ്റൻസിൽ ഈ മൂൺ ഭൂമിയിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ 3,84,400 കിലോമീറ്റർ അകലെ എത്തി നിൽക്കുകയാണ്. നമ്മൾ കടൽ തീരത്ത് ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും തിരമാലകൾ ഉണ്ടാവും. പലർക്കും അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. ഭൂമിയിൽ തിരമാലകൾ ഉണ്ടാവുന്നതിന്, കടലിൽ തിരമാലകൾ ഉണ്ടാവുന്നതിന് കാരണം മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. ഇത്രയും ദൂരെയുള്ള മൂണിന് ഭൂമിയിലുള്ള സമുദ്രത്തിൻ്റെ ജലത്തിനെ ബൾജ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. മൂൺ മാത്രമല്ല, സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ടും ടൈഡ് ഉണ്ടാവുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഏകദേശം 3.5 ബില്യൺ വർഷം മുതൽ 4 ബില്യൺ ആ ഒരു കാലഘട്ടത്തിലാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ജീവൻ ഉണ്ടാവുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സമുദ്രത്തിലാണ് ജീവൻ ഉണ്ടാവുന്നത്. ആ ജീവൻ പിന്നീട് പരിണമിച്ച് കടലിൽ മുഴുവൻ ജീവികളായി, പിന്നെ കരയിലേക്ക് വന്നു, പിന്നെ വീണ്ടും അത് കടന്ന് പരിണമിച്ച് മനുഷ്യനായി. ആ മനുഷ്യൻ 1969 ജൂലൈ 20 അവൻ്റെ മദർ പ്ലാനറ്റിൽ നിന്ന് പറന്ന് മൂൺ ലാൻഡിങ് നടത്തി അവൻ്റെ കാല് പതിപ്പിച്ചു. എന്ന് വെച്ചാൽ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ ഫോമായ ഒരു ജീവൻ പരിണമിച്ച് മനുഷ്യനായി മൂണിൽ കാലുകുത്തിയെന്ന്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എത്രയോ സയൻറ്റിസ്റ്റുകളുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. പക്ഷേ ചന്ദ്രനെ പിളർത്തി എന്ന് ഒരു മതവിഭാഗക്കാർ വിശ്വസിക്കുകയാണ്. ഒരു കൂട്ടം ജനങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടെന്ന്, ആ മതത്തിലുള്ള എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അത് പ്രഘോഷിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ 1969 കാലുകുത്തിയിട്ടും നമ്മൾ അതിനുശേഷം ഒരുപാട് മിഷൻ ചന്ദ്രനിൽ നടത്തിയിട്ടും ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്ത് തലച്ചോറാണെന്ന് ആലോചിച്ചത്. ഇനിയും 100 കണക്കിന് മിഷൻസ് നടക്കും, ഇനിയും 1000 കണക്കിന് മിഷൻസ് നടക്കും, നമ്മൾ ചൊവ്വയിൽ പോകും. എന്തൊക്കെ നടന്നാലും ഈ ചന്ദ്രനെ പിളർത്തിയ കഥ അപ്പോഴും 1000 വർഷം കഴിഞ്ഞാലും ഏകദേശം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാറാത്തത് എന്താണോ അതാണ് മതം, മാറുന്നതാണ് സയൻസ്. ചിന്തിക്കൂ.